സ്റ്റോളൻ എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു ഹിന്ദി പടം പുറത്തിറങ്ങിയിട്ടുണ്ട്. അഭിഷേക് ബാനർജിയാണ് ഇതിൽ പ്രധാന വേഷം. അങ്ങനെ മാത്രമല്ല കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. കിടിലം പടമാണ്. ഒരു സീറ്റഡ്ജ് ത്രില്ലർ എന്നൊക്കെ പറയില്ല, അമ്മാരെയായിട്ട് ഒരു 1.5 മണിക്കൂർ മാത്രമേ ഉള്ളത്. ഇത് ഒരുപാട് ഫിലിം ഫെസ്റ്റിവലുകളൊക്കെ പോയി റൺ ചെയ്ത് ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് സിനിമ ഇപ്പോൾ ഡയറക്റ്റായിട്ട് OTT റിലീസായിട്ട് ആമസോൺ പ്രൈമിൽ വരുന്നത്. ഐ തിങ്ക് ഒരു കഴിഞ്ഞ ആഴ്ച എന്തൊക്കെ ഇറങ്ങിയതാണ്. എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിരുന്നില്ല. തീർച്ചയായിട്ടും കണ്ടു നോക്കണം. എൻ്റെ അഭിപ്രായത്തിലൊരു മസ്റ്റ് വാച്ച് ഐറ്റം തന്നെയാണ്. കാരണം ഈ സിനിമ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു നറേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റിൽ നിന്ന് തുടങ്ങി എവിടെ പോയി എത്തുന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ ഭയങ്കര ഒന്നുമില്ലാത്ത ജസ്റ്റ് ഒരു ഒറ്റ രാത്രിയിൽ ഭയങ്കര കാമായിട്ടുള്ളൊരു രാത്രി ഒരു റെയിൽവേ സ്റ്റേഷനിൽ തുടങ്ങുന്ന ഒരു കഥ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മളൊരു ഒരു യുദ്ധസമാനമായ എന്തോ കണ്ടു കഴിഞ്ഞിട്ടൊരു വാറിൽ നിന്ന് പുറത്തിറങ്ങി വരില്ല, ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കും. സോ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് ആലോചിക്കുമ്പോൾ തന്നെ ഈ സിനിമയുടെ ഒരു നറേഷൻ എത്ര വലുതാണെന്ന് നമുക്കറിയാം. അത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഒരു കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭയങ്കര അധികം എൻഗേജിങ് ആയിട്ടുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് ഈ പടം ഫീൽ ചെയ്തിട്ടുള്ളത്. സിനിമ എന്താ ചർച്ച ചെയ്യുന്നത് വെച്ചാൽ ഒരു രാത്രി ഒരു റെയിൽവേ സ്റ്റേഷനകത്ത് ഒരു അമ്മയും കുട്ടിയും കിടന്നുറങ്ങുന്നുണ്ടാവും. ആ ഒരു 8 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ അമ്മ കിടന്നുറങ്ങുന്ന സമയത്ത് വേറൊരു സ്ത്രീ വന്ന് തട്ടിക്കൊണ്ട് പോകുന്നുണ്ടാവും. സോ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ അമ്മയുടെ ബർത്ത്ഡേക്ക് പോകുന്നത് വേറെ ഏതൊരു പയ്യൻ ഇതിൽ ഇൻവോൾവ് ആവും. ആൻഡ് ആളുടെ ചേട്ടൻ വിളിക്കാൻ പോകുന്ന റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കാൻ പോകുന്ന വേറൊരു ചേട്ടനും കൂടി ഇൻവോൾവ് ആവും. സോ ഇവർ 3 പേരും കൂടി പിന്നെ അങ്ങോട്ട് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ മെയിൻ. ഇതിൻ്റെ ഇടയിൽ 2 പോലീസുകാർ വരുന്നുണ്ട്. ഈ ഒരു നൈറ്റ് പെട്രോളിങ്ങിൽ വരുന്ന 2 പോലീസുകാർ അവരെങ്ങനെ ഇൻവോൾവ് ആവുന്നു എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് പിന്നെ ഈ കുട്ടി അന്വേഷിച്ച് ഇവർ നടക്കുന്നു. പിന്നെ അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇത് പോയി എന്താണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ ആൾക്കൂട്ട കൊലപാതകം അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണ എന്ന് പറയുന്ന കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഇവർ ഈ പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടി കാണാനില്ല എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വേറെ ഏതോ ഒരുത്തൻ വീഡിയോ എടുത്ത് ഇവരെ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ് ഈ അന്വേഷിക്കുന്ന ആൾക്കാരെ തന്നെ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരാവും. സോ ഇങ്ങനെ മൊത്തത്തിൽ കോൺഫ്ലിക്റ്റ് ഫുൾ ഓൺ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് ഇവർക്ക് എങ്ങനെ അതിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടിയെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. സോ ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. ഭയങ്കര ഗ്രൗണ്ടഡ് ആണ് ഈ പടം. ഭയങ്കര റോ ആയിട്ടാണ് ഈ കാര്യങ്ങൾ കാണിക്കുക. സോ ഒരു 18+ മൂവിയാണ്. ഒരുപാട് വയലൻസ് സീക്വൻസുകളൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. ഇതൊരു നമ്മളിപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന പോലെ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു വില്ലൻ അങ്ങനത്തെ സെറ്റപ്പുകളെ അല്ല ഈ സിനിമയ്ക്കുള്ളത്. ഇതിൽ ഹീറോയിലും വില്ലനില്ല. നമ്മൾ ശരിക്കും ആക്ച്വലി ആ ഒരു സിറ്റുവേഷനിൽ പെട്ടാൽ എന്തായിരിക്കും റിയൽ ലൈഫിൽ നടക്കുക എന്നാണ് ഈ സിനിമയൊക്കെ ചർച്ച ചെയ്ത് പോകുന്നത്. അതും നോർത്തിൽ ആ ഒരു ടെറൈനും അവരുടെ ആ ഒരു ഏരിയയും ജോഗ്രഫിയൊക്കെ തന്നെ സിനിമ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. സോ ഒരുപാട് സിനിമാറ്റിക് ലിബർട്ടി ഒന്നും എടുക്കാതെ ഒരു സ്ലോ മോഷൻ സീക്വൻസോ ഫാസ്റ്റ് മോഷനോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ഒരു BGM ഒന്നും ഇടാതെ റിയൽ ആയിട്ട് ഒരു യഥാർത്ഥത്തിൽ നമ്മളവിടെ പെട്ട എങ്ങനെയായിരിക്കും, ശരിക്കും നമ്മൾ അവരുടെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന രീതിയിലാണ് സിനിമ പിന്നീട് അങ്ങോട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. സോ ഒരു 1.5 മണിക്കൂർ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഭയങ്കര ഗ്രൗണ്ടഡ് ആൻഡ് റോ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരുന്നൊരു മൂവിയാണ് സ്റ്റോളൻ. വല്ലപ്പോഴൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു ഹിന്ദി പടങ്ങളൊക്കെ കിട്ടാറ്. ഇത്ര റൂട്ടഡ് ആയിട്ടുള്ളൊരു പടം. ഹിന്ദിയിലാണ് പടം, ഇംഗ്ലീഷ് ഡബ്ബ് ഉണ്ട്, കണ്ടുപോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും കാണാം.